ഒന്ന് അതിനനുസരിച്ച് ഇതിപ്പോൾ എങ്ങോട്ടാണോ അതുപോലെ മൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ലീഗലി വാർത്താ സമ്മേളനം വിളിച്ചാണ് സംസാരിച്ചത്. അവർ നിങ്ങൾക്ക് എതിരെ ഉന്നയിച്ച വലിയ ആരോപണങ്ങളാണ്, അതീവ ഗുരുതരമായ, നിയമപരമായി മുന്നോട്ട് പോകിയാൽ വലിയ തരത്തിലേക്കുള്ള ശിക്ഷ പോലും കിട്ടാവുന്ന ഒരു ആരോപണം. അതെ, അവർക്കും എതിരെ അങ്ങനെയാണ്. കാരണം നമ്മളെ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇപ്പം 3 പെൺകുട്ടികളാണ് ഒരുപോലെ കൊല്ലാൻ വേണ്ടിയായിട്ട് കൊണ്ടുപോയത്. ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. അവർ ഞങ്ങളെ പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നെങ്കിൽ മരിച്ചോ, എൻ്റെ പൈസ ഇവിടെ എണ്ണി വെച്ചിട്ട് നീയൊക്കെ ചാവ്, അങ്ങനെയാണ് ദിയ പറഞ്ഞത്. നിന്നെയൊക്കെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഇങ്ങനത്തെ രീതിക്കാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നല്ല രീതിക്ക് ചീത്ത വിളിച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഭർത്താവിനെതിരെ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊരു അലിഗേഷൻ കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കോൾ റെക്കോർഡ് അയാൾ പറയുന്നുണ്ടായിരുന്നു, നമ്മളത് ഏതോ ദിവസം വൈകിട്ട് വിളിച്ചാണ് അത് വിളിക്കുന്നത്. ആ കോൾ റെക്കോർഡ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാമല്ലോ ആ കോൾ റെക്കോർഡ് ആയിട്ട് ആരെ ഭീഷണിപ്പെടുത്തിയതാണെന്ന്. നിങ്ങളുടെ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ദിയ ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. അതെ, അത് തന്നെയാണ്. നിങ്ങളുടെ എന്നിപ്പോൾ 8 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട്. 8,82,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയത് നിങ്ങളാണ്? ആദ്യം പരാതി നൽകി നമ്മളാണ്, പക്ഷെ ഇപ്പൊ പ്രൂഫ് വന്നിരിക്കുന്നത് അവർ കൊടുത്തെന്നാണ്. 8 ലക്ഷം രൂപ തട്ടി എന്ന് പറഞ്ഞത് അതിന്റെ കാരണം എന്താ പറയുന്നത്? നമ്മുടെ അവർ തട്ടിയെന്നാണോ? അവർ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ലീക്ക് ചെയ്യേണ്ട, കാരണം നമ്മൾ അവരുടെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ യൂഷ്വലി അവരെ കാണും. അതൊക്കെ നാളെ യൂട്യൂബിൽ ട്രെൻഡിങ് വണ്ണാവും എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ ഒരു മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആരും അത് ശരിയാണോ തെറ്റാണെന്ന് ആരും നോക്കത്തില്ല. എല്ലാവരും എടുത്ത് ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം, അതായത് നിങ്ങളുടെ സാധാരണഗതിയിൽ അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുത്ത വിഷ്വലുകൾ പുറത്തു വിടുമെന്ന് ഭയപ്പെടുത്തിയാൽ 8 ലക്ഷം രൂപ കൊടുക്കേണ്ട അത്ര. അതാ പറഞ്ഞു, ഇപ്പൊ അവര് നമുക്ക് ഒരു എന്തോ ഇൻസെന്റീവ് പോലെ നമുക്ക് ക്യാഷ് തരുമായിരുന്നല്ലോ. അപ്പൊ അതാണ് ഞങ്ങളെ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നല്ലോ, അതിന്റെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ ഈ ഓർഡർ പാക്ക് ചെയ്ത പോയിന് അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ആദ്യം സമീപിച്ചത്. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ചോദിക്കുന്നത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു, അതായത് ദൃശ്യങ്ങളും ഫോട്ടോകളും പുറത്തു വിടുമെന്നും നിങ്ങളെ യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണോ നമ്മൾ ഈ പൈസ കൊടുത്തത്? അതെ, അതുകൊണ്ടാണ് കൊടുത്തത്. അതൊരു സാധാരണ ദൃശ്യങ്ങളാണ്, അല്ല, ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത്. ദിയയുടെ അനുവാദത്തോടെ നമ്മളത് ചെയ്തത്. പക്ഷെ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന്. അഥവാ നിങ്ങളെ നിരന്തരമായി കുടുക്കി കളയും എന്നുള്ള ആ ഭീഷണിയിൽ പേടിച്ചാണ് ഞങ്ങളത് സമ്മതിച്ചത് അവരെടുത്ത്. പിന്നീട് ആ തുക നിങ്ങൾ തിരിച്ചു ചോദിച്ചിരുന്നു? പിന്നീട് ഞങ്ങൾ ആ തുക തിരിച്ചു ചോദിച്ചില്ല, കാരണം ഞങ്ങൾ അവിടെ പോയതിനു ശേഷം ദിയയുടെ പ്ലാൻ വേറെ ഒന്നായിരുന്നു. നമ്മൾ പിന്നീടാണ് അറിയുന്നത് ദിയ ഇങ്ങനെ ആ ദിവസം നമ്മൾ ഇപ്പോഴും ലീഗലി മൂവ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി വീണ്ടും ദിവ്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് 3000 രൂപയോളം ദിയ വീണ്ടും ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഇടുമെന്ന്. ആ ഒരു ഇതായപ്പോഴാണ് നമ്മൾ നാളെ മോർണിംഗ് തന്നെ കേസ് കൊടുക്കുക, ലീഗലി മൂവ് ചെയ്യുക എന്നുള്ള ഇതിലോട്ട് എത്തുന്നത്. ഇതിൽ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. കാരണം നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്നുള്ള ഒരു ആരോപണത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിപ്പെടുത്തലിൽ മാത്രം നിങ്ങൾ 8 ലക്ഷം രൂപ കൊടുത്തു. അതാ പറഞ്ഞ അവരിൽ അതിനനുസരിച്ചുള്ള പ്രൂഫ് ഉണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 20,000 രൂപ എടുത്ത് കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ ദിയ പറയാം 5,000 രൂപയൊക്കെ നിങ്ങൾ വെച്ചോ, ബാക്കി 15 ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ ദിവ്യയുടെ അക്കൗണ്ടിൽ എത്രയാണുള്ളത് അതനുസരിച്ച് ദിവ്യയ്ക്ക് കൊടുത്തിട്ട് ബാക്കി ദിവ്യയുടെ അങ്ങനെയാണ് ഓരോരുത്തർക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്കുണ്ടല്ലോ. സാലറി നമുക്ക് 7,000 രൂപയാണെങ്കിൽ അത് കൂടാതെ നമുക്ക് അല്ലാതെ ഈ ക്യാഷ് തരുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസെന്റീവിന്റെ പേരിലും അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന 8 ലക്ഷം രൂപയാണ്. അതാണ് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി അവിടെ വെച്ചിരിക്കും. നമുക്ക് അത്ര നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്നത്, നമ്മൾ അത്രയും പ്രോ ആയിട്ട് ചിന്തിക്കത്തില്ല ആ ടൈമിൽ. അവരിങ്ങനെ അത്രയും ആൾക്കാർ നിൽക്കുന്നു, പോലീസുകാർ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ തുക എവിടെ നിന്ന് അറേഞ്ച് ചെയ്ത്? എൻ്റെ ഗോൾഡാണ് എല്ലാം പണയം വെച്ചിരിക്കുന്നത്. എവിടെ വെച്ചു? അവിടെ ബാങ്കിൽ, ഫ്ലോറൻസ് എന്ന് പറഞ്ഞൊരു ബാങ്കിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രൂഫൊക്കെ നമ്മുടെ വെച്ചിട്ട് പണവുമായി ചെന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ബന്ദിയാക്കിയത്? അല്ല, പണം കൊടുക്കുന്നതിന് മുന്നെയാണ് ബന്ദിയാക്കിയിട്ട് ഒരാളെ മാത്രമാണ് പുറത്ത് വിട്ടത്. ഇവരെ കിട്ടണമെങ്കിൽ ക്യാഷ് കൊണ്ടുവരണമെന്ന്. അതിപ്പോൾ നമ്മളെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി പുറത്ത് വല്ല ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് 4 പേരാണ്. നിങ്ങൾ എത്ര പേരാണ്? 5 പേര്. 5 പേരിൽ 4 പേരെ പിടിച്ചു വെച്ചു, ഒരാളെ പുറത്ത് വിട്ടു. അത് നിങ്ങളുടെ ഹസ്ബൻഡിനെയാണ്? അതെ. അപ്പോൾ അതിനുശേഷം പണം കൊടുത്തതിന് ശേഷം മാത്രം പുറത്തേക്ക്? അതെ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണോ? പിന്നീട് ഞങ്ങൾ പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രാത്രി എന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ 3 ചെക്കുകളായിട്ട് തരണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മൾ പിന്നീട് അതൊന്ന് വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് അറിയിക്കാൻ വേണ്ടിയാണ് പോയത്. അന്ന് രാത്രി ദിയ വീണ്ടും മെസ്സേജ് അയച്ച് പൈസയുടെ കാര്യം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ 3000 രൂപ വീണ്ടും ചോദിച്ചപ്പോഴാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനം. അതെ.
അതെ, അതുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഇതിനെപ്പറ്റി ആലോചിക്കാനാണ് ഇരുന്നത്. പക്ഷേ ദിയ അന്ന് രാത്രി തന്നെ വീണ്ടും അടുത്ത കാര്യമായിട്ട് പോസ്റ്റ് ഇടൊന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയായിരുന്നു. ആദ്യം ഇതൊരു പ്രശ്നമാക്കണ്ട എന്നായിരുന്നു നിങ്ങളുടെ ചിന്താഗതി? ഞങ്ങളുടെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് വീട്ടുകാരോട് സംസാരിക്കാനുള്ള ടൈം വേണമായിരുന്നു. ഞങ്ങൾ ഇതുവരെ വീട്ടുകാരെ അത് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അറിയിക്കുന്നവരുള്ള ഒരു ടൈം അവരെന്ത് നിർദ്ദേശമാണോ തരുന്നത് അതിനനുസരിച്ച് നീങ്ങാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ആദ്യത്തെ പരാതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 8 ലക്ഷം രൂപ വാങ്ങിയത് പോലീസിൽ പറഞ്ഞിരുന്നു? 8,72,000 രൂപ. പോലീസ് എന്താണ് ഇപ്പോൾ പറഞ്ഞത്? പോലീസ് തന്നെ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് അറിയിച്ചുകൂടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് അതിനേക്കാളും പിടിപാടുണ്ട്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ചോദ്യമല്ല, അതായത് നിങ്ങളെ ഒരാൾ 4-5 പേരുണ്ടാകുന്നതിൽ ഒരാളെ പുറത്ത് പണയം വെക്കാൻ വിട്ടു. ആ സമയത്ത് ഒരാൾ പുറത്ത് ഫ്രീ ആണ്. അയാൾക്ക് ഇത്തരത്തിൽ ഞങ്ങളുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. ഞങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. ഇല്ല, അത്തരത്തിൽ പോലീസിൽ ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ അകപ്പെടുത്തി വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. ഫ്ലാറ്റ് എന്ന പുള്ളിക്കാരൻ നമ്മുടെ ഒരാൾ പുറത്തിറങ്ങിയല്ലോ. അതെ, പുറത്തിറങ്ങിയ ഒരാൾക്ക് നിങ്ങൾ അവിടെ നിന്ന് താനെയാണല്ലോ ഈ പണയം വെക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അത് തന്നെ പറഞ്ഞത്. ദിയയുടെ ഫ്ലാറ്റിൽ നിന്നാണ് നമ്മൾ എവിടെ പോകുന്നത്, കൃഷ്ണകുമാർ സാർ പറഞ്ഞ ഒരു സ്ഥലത്തോട് പോകുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ സാറിൻ്റെ കാറിലായിട്ട് എന്നെയും ദിവ്യേനെ ഒരു കാറിൽ, യാദുവിനെ ഒരു കാറിൽ, പിന്നെ അങ്കിളിനെ വേറൊരു വണ്ടിയിലായിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല. ഹസ്ബൻഡിനെ അപ്പോഴാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ലൊക്കേഷൻ അറിയില്ല ഞങ്ങൾ എവിടെയാണെന്ന്. ഞങ്ങളെ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. എല്ലാവരുടെയും ഫോൺ എല്ലാവരുടെ ഫോൺ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചാണ് 8 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. 8 ലക്ഷമായിട്ടാണ് തുക ചോദിച്ചാൽ അല്ലെങ്കിൽ കൂടുതലാണോ? ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ ശരി.